ഹലോ, ഇന്ന് വെറുതെ നിന്നപ്പോഴത്തേന് റംബൂട്ടാൻ ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ റംബൂട്ടാൻ ഷേക്ക് അങ്ങനെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണേ. അപ്പോൾ ഇപ്രാവശ്യം വീട്ടിൽ റംബൂട്ടാൻ കായ്ച്ചിട്ടുണ്ട്, ഏകദേശം കായൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി കുറച്ച് മാത്രമാണ് നിൽക്കുന്നത്. അപ്പോൾ അത് വെച്ച് ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മിക്ക വീട്ടിലും ഇപ്പോൾ റംബൂട്ടാൻ കായ്ച്ച് ചെറിയ വന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ വീട്ടിൽ യെല്ലോ റംബൂട്ടാനാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം നേരത്തെ കായ്ച്ചിട്ടുണ്ട്, ഫസ്റ്റ് ടൈമാണേ കായ്ച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്നെല്ലാം പറിച്ചെടുക്കുവാണ്. ഇത്രയും നാൾ ഷേക്ക് ഉണ്ടാക്കണമെന്നൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ വീട്ടിൽ ഏകദേശം എല്ലാം കഴിയാറായപ്പോഴത്തേനാണ് ഷേക്ക് ഉണ്ടാക്കാൻ തോന്നിയത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും റംബൂട്ടാൻ ഷേക്ക് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഏകദേശം എല്ലാ സാധനങ്ങളും അടത്തെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ കിളിയുടെ സൗണ്ടാണ് കേൾക്കുന്നത്. പിന്നെ നല്ല വെയിലായിരുന്നു, അപ്പോൾ സൺ കിസ്ഡ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കസിനുമായിട്ടാണ് റംബൂട്ടാൻ ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇനി തൊലി കളഞ്ഞെടുക്കണം. അവൻ അടുത്ത് നിന്നെങ്കിലും എനിക്ക് വീഡിയോ എടുത്തു തന്നില്ലായിരുന്നു ഗൈസ്. അവൻ അടുത്തുനിന്ന് ജെമിനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ജെമിനിയോട് ഫുൾ ടൈം സംസാരിച്ചുകൊണ്ട് നടക്കുന്ന കസിൻസോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും എനിക്ക് സ്കില്ലുണ്ടെന്ന് ഞാൻ തെളിയിച്ചു. ഒറ്റ കൈ കൊണ്ട് തന്നെ ഞാൻ എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. കഷ്ടപ്പാടായിരുന്നു ഗൈസ്. ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കണം, ഒരു കൈ കൊണ്ട് അതിൻ്റെ തൊലി കളയണം. അപ്പം ഞാൻ എന്തായാലും എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. എൻ്റെ ഈ കഷ്ടപ്പാട് നിങ്ങളാരും കാണാതെ പോകരുത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്രാവശ്യം റംബൂട്ടാൻ കാച്ചോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാനെല്ലാം തൊലി കളഞ്ഞ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയെല്ലാം തൊലി കളഞ്ഞതിന് ശേഷം വീഡിയോ കാണിക്കാവേ. അപ്പോൾ ഞാൻ എല്ലാം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് കുരു എടുത്ത് കളയാം, അതും കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ. റംബൂട്ടാനിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇത് വരിക്ക അങ്ങനെ ഒരു വെറൈറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുവിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫ്ലഷ് അടർത്തി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒറ്റ കൈ കൊണ്ട് ഇതും കുറച്ച് നല്ല ടാസ്ക് ആയിരുന്നേ. അപ്പോൾ നല്ല പഴുത്തത് കാരണം അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ അതിൻ്റെ ജ്യൂസ് എല്ലാം പുറത്ത് വരണുണ്ടായിരുന്നു. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് അതും ഒറ്റ കൈ കൊണ്ട് തന്നെ ഞാൻ ഫുള്ളും കുരു മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിത് എന്തായാലും വീട്ടിൽ റംബൂട്ടാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് അങ്ങനെ കൂടുതലാരും ഇങ്ങനെ വീഡിയോസ് ഇട്ടത് അങ്ങനെ കണ്ടിട്ടില്ല. ഇനി ഞാൻ കാണാത്തതാണോന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ വെറുതെ ഉറങ്ങിക്കിടന്ന പൂച്ചയെ കൂടെ ഉറക്കം എണീപ്പിച്ചപ്പോഴത്തേനും ഒരു സമാധാനം. പാവം പൂച്ച, അതെന്നെ പ്രാഗില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇനി ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളിപ്പം എടുത്ത് വെച്ചിരിക്കുന്ന ഫ്ലഷ് ഇതിൽ ആഡ് ചെയ്തു. ഇനി അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കട്ടപ്പാലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു കവർ പാൽ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന് അരച്ചെടുക്കാം. അപ്പോൾ ഫൈനലി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലോട്ട് വീത്താം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. പിന്നെ റംബൂട്ടാനിൽ നടത്തതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ പോയി തന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മസ്റ്റ് ട്രൈ ഐറ്റമാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അതിന് ശേഷം ഒരു മാങ്ങയും കൂടെ കഴിച്ചിട്ടുണ്ട്.